നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും 100 ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം 100 വാർത്തകൾ. സിൽവർ ലൈൻ സർവേക്കെതിരെ മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ വ്യാപക പ്രതിഷേധം. ധർമ്മടത്ത് കല്ലിടാനാകാതെ ഉദ്യോഗസ്ഥർ മടങ്ങി. മുഴപ്പിലങ്ങാട് സർവേ തടഞ്ഞ ഭൂവുടമകൾ കല്ലുകൾ പിഴുതുമാറ്റി. സർക്കാർ പിന്മാറണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. സംസ്ഥാനത്ത് അടുത്തയാഴ്ച കൂടി വൈദ്യുതി പ്രതിസന്ധി തുടരാൻ സാധ്യതയെന്ന് KSEB. മെയ് 31 വരെ യൂണിറ്റിന് 20 രൂപ നിരക്കിൽ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങും. വൈദ്യുതി ക്ഷാമം ഉണ്ടാകാതിരിക്കാൻ ശ്രമം ആരംഭിച്ചതായി KSEB ചെയർമാൻ വി. അശോക്. മലപ്പുറത്ത് പെൺകുട്ടികളെ നടുറോഡിൽ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിയുടെ വാഹനം കസ്റ്റഡിയിലെടുത്ത് പോലീസ്. പെൺകുട്ടികൾക്ക് നീതി ഉറപ്പാക്കുമെന്ന് തേഞ്ഞിപ്പലം CI. പ്രതിക്കെതിരെ നടപടിയുണ്ടാകുമെന്നും പോലീസ്. ഇടപെടൽ പോലീസിന്റെ മെല്ലെപ്പോക്ക് സംബന്ധിച്ച വാർത്ത 24 നൽകിയതിന് പിന്നാലെ നീതി വൈകുകയാണെന്ന് മർദ്ദനമേറ്റ ഹസ്ന ഹസീസ്. കോഴിക്കോട് നല്ലളത്തെ ജിഷ്ണുവിന്റെ മരണം കസ്റ്റഡി കൊലയെന്ന് ആവർത്തിച്ച കുടുംബം. വാരിയലിനും തലയ്ക്കും പരുക്കേറ്റത് പോലീസ് മർദ്ദനത്തിലെന്ന അമ്മയും ഭാര്യയും. ഓട്ടോ ഡ്രൈവറെ പോലീസ് കള്ളസാക്ഷിയാക്കിയെന്നും ആരോപണം. ബാസ്കറ്റ്ബോൾ താരം ലിതാരയുടെ മരണത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ട് ബീഹാർ മുഖ്യമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മരണത്തിലെ ദുരൂഹത അകറ്റാൻ നടപടി വേണമെന്ന ആവശ്യം. ലിതാരയുടെ ബന്ധുക്കളുടെ ആശങ്കയകറ്റാൻ സത്യസന്ധവും സമഗ്രവുമായ അന്വേഷണം അനിവാര്യമെന്നും മുഖ്യമന്ത്രി. KSEB സമരത്തിന് താൽക്കാലിക പരിഹാരം. സ്ഥലം മാറ്റിയ ഉദ്യോഗസ്ഥർ ജോലിക്ക് ഹാജരാകും. ധാരണയുണ്ടായത് വൈദ്യുതി മന്ത്രിയും ഓഫീസേഴ്സ് അസോസിയേഷനും നടത്തിയ ചർച്ചയിൽ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കുമെന്ന സൂചന നൽകി ഉമാ തോമസ്. തീരുമാനം ഹൈക്കമാൻഡ് കൈക്കൊള്ളുമെന്ന് ഉമ. അന്തിമ തീരുമാനമെടുത്തിട്ടില്ല എന്ന് വി.ഡി. സതീശൻ. സാഹചര്യം വിലയിരുത്തി കൊച്ചിയിൽ കോൺഗ്രസ് നേതൃയോഗം. ചർച്ചകൾ സജീവമാക്കി മുന്നണികൾ. വിലക്ക് ലംഘിച്ച് CPIM പാർട്ടി കോൺഗ്രസ് സെമിനാറിൽ പങ്കെടുത്ത KV തോമസിനെ പദവികളിൽ നിന്നും നീക്കി. KPCC നിർവാഹക സമിതിയിൽ നിന്നും രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നും ഒഴിവാക്കി. അച്ചടക്ക സമിതിയുടെ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് K. സുധാകരൻ. തോമസിനെ പുറത്താക്കണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് KPCC അധ്യക്ഷൻ. കോവിഡ് കാലത്ത് അനുവദിച്ച പരോൾ നീട്ടണമെന്ന TP കേസ് പ്രതികളുടെ ആവശ്യം തള്ളി സുപ്രീം കോടതി. 2 ആഴ്ചയ്ക്കകം ജയിലിൽ ഹാജരാകണം. പരോൾ അവകാശമല്ല എന്നും പ്രത്യേക സാഹചര്യത്തിൽ അനുവദിച്ചതാണ് എന്നും കോടതി. ഹർജി നൽകിയത് മുഹമ്മദ് ഷാഫിയും TK രജീഷും ഉൾപ്പെടെയുള്ള പ്രതികൾ. ഇടുക്കി എയർ സ്ട്രിപ്പിനെതിരെ കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ. പദ്ധതിക്ക് വനം മന്ത്രാലയത്തിന്റെ അനുമതിയില്ല. പെരിയാർ കടുവാ സങ്കേതത്തിലെ ആവാസ വ്യവസ്ഥയെ എയർ സ്ട്രിപ്പ് തകർക്കുമെന്ന് കേന്ദ്ര പരിസ്ഥിതി വനം മന്ത്രാലയം കോടതിയിൽ. നിർമ്മാണം നടത്തിയത് NCCക്ക് വേണ്ടിയെന്ന് പൊതുമരാമത്ത് വകുപ്പ്. ഹയർ സെക്കൻഡറി പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ സർക്കുലറുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ്. മൂല്യനിർണ്ണയം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് സർക്കുലർ. മൂല്യനിർണ്ണയ ചുമതലയിൽ നിന്നും അധ്യാപകർ വിട്ടുനിൽക്കുന്നത് അച്ചടക്ക ലംഘനം. ചുമതലപ്പെട്ട അധ്യാപകർ ഉടൻ ക്യാമ്പുകളിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശം. LIC സ്വകാര്യവൽക്കരിക്കില്ല എന്ന് മാനേജ്മെന്റ്. 51% ഓഹരികൾ സർക്കാർ നിയന്ത്രണത്തിൽ തുടരും. LICയുടെ IPO മെയ് 4 മുതൽ 9 വരെ. തിരുവനന്തപുരം LMS പള്ളിക്ക് മുന്നിൽ സംഘർഷം. പള്ളി കത്തീഡ്രലാക്കാൻ അനുവദിക്കില്ല എന്ന് ഒരു വിഭാഗം വിശ്വാസികൾ. ബിഷപ്പ് ധർമ്മരാജ് റസാലത്തിനെതിരെയും പ്രതിഷേധം. പള്ളി ഭരണസമിതി പിരിച്ചുവിട്ടുവെന്ന് ബിഷപ്പ്. വൈദികർ അടക്കമുള്ളവരെ പോലീസ് മർദ്ദിച്ചുവെന്ന് ആക്ഷേപം. സ്ഥലത്ത് സംഘർഷാവസ്ഥ തുടരുന്നു. നടിയെ ആക്രമിച്ച കേസിൽ തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ക്രൈംബ്രാഞ്ച്. പുതിയ ADGP ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം യോഗം ചേർന്നു. 12 പേരുടെ മൊഴി കൂടി ഉടൻ രേഖപ്പെടുത്തും. കൂടുതൽ പേർ സാക്ഷികളാകാൻ സാധ്യത. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് ഹേമ കമ്മീഷൻ തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ടിലെ ഉള്ളടക്കം പരിശോധിച്ച് ആവശ്യമായ നിയമനിർമ്മാണം സ്വീകരിക്കും. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പ്രത്യേകമായി പരിഗണിക്കുമെന്നും നിലവിലുള്ള നിയമം കൂടുതൽ കർശനമാക്കുമെന്നും മന്ത്രി. പാലക്കാട്ടെ RSS നേതാവ് A. ശ്രീനിവാസന്റെ കൊലപാതകം പട്ടിക തയ്യാറാക്കി നടത്തിയ കൊലപാതകമെന്ന് പോലീസ്. കൊലപാതകത്തിനായി നടത്തിയത് വലിയ ഗൂഢാലോചനയെന്നും ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കുമെന്നും കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം. സുബൈർ വധക്കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പദ്ധതി നടപ്പാക്കൽ പഠിക്കാനായുള്ള ചീഫ് സെക്രട്ടറിയുടെ ഗുജറാത്ത് യാത്ര. കേരള ഡാഷ്ബോർഡ് പരാജയമെന്ന വിലയിരുത്തലിനെ തുടർന്ന് ചീഫ് സെക്രട്ടറി വിളിച്ച ഉദ്യോഗസ്ഥ യോഗത്തിന്റെ മിനിറ്റ്സ് പുറത്ത്. സംസ്ഥാനത്തെ 578 സേവനങ്ങളിൽ ഡാഷ്ബോർഡ് ഉള്ളത് 278 എണ്ണത്തിന് മാത്രം. ചീഫ് സെക്രട്ടറിയുടെ സന്ദർശനത്തെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ്. ഇറച്ചിവെട്ട് യന്ത്രത്തിൽ സ്വർണം കടത്തിയ കേസിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനൊരുങ്ങി കസ്റ്റംസ്. ഹവാല ഇടപാട് വഴിയാണ് പണം കൈമാറിയതെന്ന് 2ാം പ്രതി ഷാബിന്റെ മൊഴി. കേസിൽ 2 പേരുടെ കൂടി അറസ്റ്റ് എന്ന് രേഖപ്പെടുത്തും. നഗരസഭാ ഉപാധ്യക്ഷനെതിരായ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. പിന്തുണച്ച് പ്രതിപക്ഷ നേതാവ്.
കുറ്റകൃത്യങ്ങൾക്കായി വാഹനം ഉപയോഗിച്ചാൽ പെർമിറ്റും ലൈസൻസും റദ്ദാക്കുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. തീരുമാനം വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡിനു പകരം എലഗന്റ് കാർഡുകൾ മെയ് മാസത്തിൽ വിതരണം തുടങ്ങുമെന്നും മന്ത്രി. സംഘാടന തലത്തിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. ലഹരി, ക്വട്ടേഷൻ മാഫിയ സംഘങ്ങൾക്കെതിരെ കൂടുതൽ ജാഗ്രത വേണം. യുവതികളുടെ മെമ്പർഷിപ്പിലുണ്ടായ കുറവ് ഗൌരവമായി കാണണമെന്നും റിപ്പോർട്ട്. സമ്മേളനത്തിൽ വിമർശനമുയർന്നു എന്നത് തെറ്റെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. നിരാശാവാദികളാണ് ഇത്തരം വാർത്തകളുടെ പിന്നിലെന്നും മന്ത്രി. പൊതുമരാമത്ത് വകുപ്പിൽ താൻ എല്ലാ കാര്യങ്ങളും സുതാര്യമായാണ് ചെയ്യുന്നത് എന്നും മുഹമ്മദ് റിയാസ്. ഉത്തരേന്ത്യയിലെ ഉഷ്ണതരംഗം കേരളത്തെ ബാധിക്കില്ല എന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കേരളത്തിൽ അടുത്ത ദിവസങ്ങളിൽ വ്യാപക മഴ പെയ്യും. ചൂട് കൂടാൻ സാധ്യതയില്ല എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. തൃശൂർ പൂരം പ്രമാണിച്ച് മെയ് 10-11 ദിവസങ്ങളിൽ എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി, കണ്ണൂർ ആലപ്പുഴ എക്സിക്യൂട്ടീവ്, മംഗലാപുരം നാഗർകോവിൽ പരശുറാം എന്നീ ട്രെയിനുകൾക്ക് പൂങ്കുന്നത്ത് താൽക്കാലിക സ്റ്റോപ്പ് അനുവദിച്ചു. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ TN പ്രതാപൻ MP റെയിൽവേ അധികൃതർക്ക് കത്ത് നൽകിയതിനെ തുടർന്നാണ് നടപടി. ശ്രീനാരായണ ഗുരുവിനെ റാഞ്ചി തീവ്ര വർഗീയതയുടെ ഇരിപ്പിടത്തിൽ ഉറപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രമിക്കുന്നുവെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കോടിയേരിയുടെ വിമർശനം CPIM മുഖപത്രത്തിൽ. ശ്രീനാരായണ ഗുരുവിൽ ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാൻ മോദി ശ്രമിക്കുന്നു. ഗുരുവിന്റെ പേര് മുസ്ലിം വിരുദ്ധ വർഗീയ ലഹളയ്ക്ക് ഉപയോഗിക്കുന്നുവെന്നും കോടിയേരി ബാലകൃഷ്ണൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം ഗുരുനിന്ദ എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ ലേഖനത്തിനെതിരെ BJP അധ്യക്ഷൻ K. സുരേന്ദ്രൻ. കോടിയേരിയുടെ അസഹിഷ്ണുതയ്ക്ക് കാരണം ശിവഗിരി മഠത്തിന്റെ പരിപാടികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. പ്രധാനമന്ത്രിക്കും BJPക്കും ശ്രീനാരായണ ഗുരുവും ഗുരുദേവദർശനവും വോട്ട് ലക്ഷ്യമിട്ടുള്ള പാർട്ടി പരിപാടിയല്ല എന്ന് K. സുരേന്ദ്രൻ. കേന്ദ്ര ന്യൂനപക്ഷകാര്യ സഹമന്ത്രി ജോൺ ബിർള കർദിനാൾ ജോർജ് ആലഞ്ചേരിയുമായി കൂടിക്കാഴ്ച നടത്തി. കാക്കനാട് ബിഷപ്പ് ഹൌസിൽ എത്തിയായിരുന്നു കൂടിക്കാഴ്ച. കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷങ്ങൾക്കായി നടപ്പാക്കുന്ന പദ്ധതികൾ താഴെത്തട്ടിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് നാളെ പുലർച്ചെ യാത്ര തിരിക്കും. മയോ ക്ലിനിക്കിലെ ചികിത്സയ്ക്ക് ശേഷം 2 ആഴ്ച കഴിഞ്ഞായിരിക്കും മടക്കം. സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല പാർട്ടി സെന്റർ നിർവഹിക്കും. രാജസ്ഥാനിൽ 15-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾക്ക് വധശിക്ഷ. സുൽത്താൻ ബിൽ, ചോട്ടൂലാൽ എന്നിവർക്കാണ് വധശിക്ഷ വിധിച്ചത്. 11 ദിവസത്തിനകം വധശിക്ഷ നടപ്പാക്കണമെന്ന് രാജസ്ഥാനിലെ ബുണ്ടി കോടതി. അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടന്റ്സ് നടത്തുന്ന ഓഡിറ്റ് ആൻഡ് അഷ്യൂറൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് മലയാളിയായ ഹിസാന ഹനീഫിന്. പ്രൊഫഷണൽ ഫിനാൻസ് എഡ്യൂക്കേഷൻ രംഗത്തെ പ്രമുഖ സ്ഥാപനമായ എലാൻസ് ലേണിംഗ് പ്രൊവൈഡറിലെ വിദ്യാർത്ഥിനിയാണ് ഹിസാന. മുൻ വർഷങ്ങളിലും ലോക റാങ്കുകൾ എലാൻസിലെ വിദ്യാർത്ഥികൾ നേടിയിട്ടുണ്ട്. ദേശീയ വാർത്തകൾ. BJPയുടെ ഏകീകൃത സിവിൽ കോഡ് നീക്കത്തെ എതിർത്ത് NDA ഘടകകക്ഷിയായ JDU. ഏകീകൃത സിവിൽ കോഡ് പ്രസക്തമല്ല. ബീഹാറിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കില്ല എന്നും JDU. ഹിന്ദി ഒരു ലിംഗഭാഷ മാത്രമാണ് എന്ന് കർണാടക BJP നേതാവും മന്ത്രിയുമായ ഡോക്ടർ CN അശ്വത് നാരായണൻ. സ്വന്തം ഭാഷയെ സ്നേഹിക്കുന്നതിനോടൊപ്പം മറ്റു ഭാഷകളെ ബഹുമാനിക്കാനും പഠിക്കണം. പ്രാദേശിക ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് കർണാടക സർക്കാരിന്റെ നയമാണെന്നും മന്ത്രി. ഗുജറാത്ത് സ്വതന്ത്ര MLA ജിഗ്നേഷ് മേവാനിക്ക് ജാമ്യം അനുവദിച്ച അസം കോടതി. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ അപമര്യാദയായി പെരുമാറിയെന്ന കേസിലാണ് ജാമ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ട്വീറ്റ് ചെയ്തെന്ന കേസിൽ മേവാനിയെ അറസ്റ്റ് ചെയ്തിരുന്നു. സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ അർഹതയുള്ള വിദ്യാർത്ഥികൾക്ക് NRI ക്വാട്ടയിൽ പ്രവേശനം ലഭിച്ചില്ല എന്ന പരാതിയിൽ സുപ്രീം കോടതി ഇടപെടൽ. NRI സീറ്റ് നിഷേധിച്ച നടപടി പുനഃപരിശോധിക്കാൻ ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിർദ്ദേശം. സംസ്ഥാന സർക്കാർ പുനഃപരിശോധന നടത്തി തിങ്കളാഴ്ചയോടെ സത്യവാങ്മൂലം സമർപ്പിക്കണം. പഞ്ചാബിലെ പട്യാലയിൽ കർഫ്യൂ. ഖലിസ്ഥാൻ വിരുദ്ധ മാർച്ചിനിടെ നടന്ന സംഘർഷത്തെ തുടർന്നാണ് നടപടി. രാത്രി 7 മുതൽ പുലർച്ചെ 6 മണി വരെ കർഫ്യൂ തുടരും. തമിഴ്നാട്ടിൽ എലിവിഷം വിൽപ്പന നടത്തുന്നത് തടഞ്ഞ സർക്കാർ ഉത്തരവ്. ആരോഗ്യമന്ത്രി MA സുബ്രഹ്മണ്യനാണ് നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത്. ആത്മഹത്യ ചെയ്യാനായി എലിവിഷം പലരും ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. പ്രതിയുടെ അമ്മയോട് മോശമായി പെരുമാറിയ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ വകുപ്പുതല നടപടി. മകനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട അമ്മയെക്കൊണ്ട് മസാജ് ചെയ്യിപ്പിച്ച ശശിഭൂഷൺ സിൻഹ എന്ന ഉദ്യോഗസ്ഥനെതിരെയാണ് നടപടി. ഇയാൾക്കെതിരെ വകുപ്പുതല അന്വേഷണം പ്രഖ്യാപിച്ചതായി സഹർസ SP ലിപി സിംഗ്. 12 മുതൽ 17 വരെ പ്രായമുള്ള കുട്ടികൾക്കായുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവോവാക്സിൻ അനുമതി നൽകിയത് നാഷണൽ ടെക്നിക്കൽ അഡ്വൈസറി ഗ്രൂപ്പ് ഓൺ ഇമ്മ്യൂണൈസേഷൻ.
ഹൈക്കോടതി ജഡ്ജിമാരുടെ ഒഴിവുകൾ നികത്താനുള്ള നടപടികൾ ഊർജിതമാക്കാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ ചീഫ് ജസ്റ്റിസ് എൻ വി രമണ ഡൽഹിയിൽ 39ാമത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരുടെ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു വർഷത്തിനിടെ 126 ഒഴിവുകൾ നികത്തിയെന്നും 9-ലധികം ഒഴിവുകൾ ഉടൻ നികത്തുമെന്നും എൻ വി രമണ. ലഫ്റ്റനന്റ് ജനറൽ BS രാജു പുതിയ കരസേന ഉപമേധാവി. ജമ്മുകാശ്മീരിലെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥനാണ്. അന്താരാഷ്ട്ര വാർത്തകൾ. അഫ്ഗാനിസ്ഥാന് തലസ്ഥാനമായ കാബൂളിലെ ഒരു പള്ളിയിലുണ്ടായ സ്ഫോടനത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു, 15 പേർക്ക് പരുക്കേറ്റു. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കു ശേഷമാണ് സ്ഫോടനം ഉണ്ടായത്. യുക്രൈനിലെ യുദ്ധം ആഫ്രിക്കയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി IMF. കോവിഡ് വ്യാപനത്തെ തുടർന്ന് സഹാറയുടെ തെക്ക് ഭാഗത്തുള്ള മിക്ക രാജ്യങ്ങളും സാമ്പത്തിക വളർച്ചയിൽ മന്ദഗതിയിലാണ്. ധാന്യങ്ങളുടെയും ഇന്ധനത്തിന്റെയും വില വർദ്ധിക്കുന്നത് അതിന്റെ ആഘാതം വർദ്ധിപ്പിക്കുമെന്നും IMF. ശ്രീലങ്കൻ പ്രധാനമന്ത്രി മഹിന്ദ രജപക്സെയെ മാറ്റി പുതിയ സർക്കാർ രൂപീകരണത്തിന് ശ്രമം നടക്കുന്നതായി റിപ്പോർട്ട്. വെളിപ്പെടുത്തൽ നടത്തി മുൻ രാഷ്ട്രപതി മൈത്രിപാല സിരിസേന. ഇടക്കാല സർക്കാർ രൂപീകരിക്കാൻ പ്രസിഡന്റ് ഗോതബായ രജപക്സെ തയ്യാറെന്ന് സിരിസേന. എന്നാൽ ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക പ്രതികരണവും പുറത്തുവന്നിട്ടില്ല. ജോർജ് ഫ്ലോയിഡിനെ കൊലപ്പെടുത്തിയ കേസിൽ അപ്പീൽ നൽകി മുൻ മിനിയോപോളിസ് പോലീസ് ഉദ്യോഗസ്ഥൻ ഡെറിക് ഷോവൻ. തുടർച്ചയായ പ്രതിഷേധങ്ങൾ ജൂറിയെ ഭയപ്പെടുത്തിയെന്നും വിചാരണയ്ക്ക് മുമ്പുള്ള അമിതമായ പ്രചാരണം മുൻവിധിക്ക് കാരണമായെന്നും വാദം. ശിക്ഷാവിധിയിൽ മാറ്റം വരുത്തണമെന്നും അല്ലായെങ്കിൽ പുനരന്വേഷണത്തിന് ഉത്തരവിടണമെന്നും ഡെറിക് ഷോവൻ. പുങ്കേറി ആണവ പരീക്ഷണ കേന്ദ്രം പുനഃസ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഉത്തര കൊറിയ തുടരുന്നതായി റിപ്പോർട്ട്. നോർത്ത് ഹങ്ക്യോങ് പ്രവിശ്യയിൽ നിന്ന് വാണിജ്യ ഉപഗ്രഹങ്ങൾ പകർത്തിയ ചിത്രങ്ങൾ പുറത്ത്. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചിത്രങ്ങളാണ് പുറത്തുവന്നത്. യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ച് തുർക്കി തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചതായി ഗ്രീസ്. പ്രകോപനമുണ്ടാക്കി നേറ്റോ സഖ്യം തകർക്കാനാണ് തുർക്കി ശ്രമിക്കുന്നത് എന്ന ആരോപണം. ഏഥൻസിലെ തുർക്കി അംബാസഡറെ പ്രതിഷേധമറിയിച്ചതായും ഗ്രീസ് വിദേശകാര്യ മന്ത്രാലയം. ഹെയ്തിയിൽ കുറ്റവാളി സംഘങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 20 പേർ കൊല്ലപ്പെട്ടു. നിരവധി വീടുകൾക്ക് തീയിട്ടു. ആയിരക്കണക്കിന് ആളുകൾ പലായനം ചെയ്തു. പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ഒഴിവാക്കി ദക്ഷിണ കൊറിയ. മെയ് 2 മുതൽ നിയന്ത്രണം ഒഴിവാക്കുമെന്ന് പ്രധാനമന്ത്രി കിം ബ്യൂ ക്യും. എന്നാൽ 50 പേരിൽ കൂടുതൽ പങ്കെടുക്കുന്ന പരിപാടികളിൽ മാസ്ക് നിർബന്ധമാക്കുമെന്നും കിം ബ്യൂ ക്യും. പ്രമുഖ ഈജിപ്ഷ്യൻ ആക്ടിവിസ്റ്റ് ഹൊസാം മോനസ് ജയിൽ മോചിതനായി. ഹൊസാമിനെ വിട്ടയച്ചത് റമദാൻ പൊതുമാപ്പ് സമയം അവസാനിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ്. ഭീകരവാദ ആരോപണങ്ങളെ തുടർന്ന് 4 വർഷം തടവനുഭവിക്കുകയായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം പുതിയ വൈറസുകൾ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്ന പഠനം. 2070ഓടെ മൃഗങ്ങൾക്കിടയിൽ 15,000 പുതിയ വൈറസുകളെങ്കിലും ഉണ്ടാകുമെന്ന് നേച്ചർ ജേണൽ. മനുഷ്യരിലേക്ക് പകരാൻ സാധ്യതയുള്ള നിരവധി വൈറസുകൾ നിലവിൽ മൃഗങ്ങൾക്കിടയിൽ വർദ്ധിക്കുന്നുവെന്നും ഗവേഷണം. സ്പോർട്സ്. ജർമ്മൻ പരിശീലകൻ യർഗൻ ക്ലോപ്പ് ലിവർപൂളിൽ തുടരും. ക്ലബ്ബുമായുള്ള കരാർ 2026 വരെ നീട്ടിയതായി റിപ്പോർട്ടുകൾ. ക്ലബ്ബ് വിടുമെന്ന് അഭ്യൂഹങ്ങൾ തള്ളി ക്ലോപ്പ്. ജില്ലാ വാർത്തകൾ. തിരുവനന്തപുരം സഹകരണ രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് നാളെ വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. മന്ത്രി VN വാസവൻ വിരമിക്കുന്നവരെ ഉപഹാരം നൽകി ആദരിച്ചു. സഹകരണ സെക്രട്ടറി മിനി ആന്റണി അധ്യക്ഷത വഹിച്ചു. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ എഴുതുന്ന കേരളത്തിലെ പരീക്ഷാർത്ഥികൾക്ക് കേരളത്തിൽ തന്നെ സെന്ററുകൾ അനുവദിക്കണമെന്ന് ജോൺ ബ്രിട്ടാസ് MP. ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചു. അർബുദ വിമുക്ത കേരളം എന്ന ലക്ഷ്യം മുൻനിർത്തി കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ജീവനം ക്യാൻസർ സൊസൈറ്റിയുടെ 6ാമത് വാർഷികാഘോഷം നടന്നു. KB ഗണേഷ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. കരുനാഗപ്പള്ളി MLA CR മഹേഷിനെതിരെ പ്രതിഷേധവുമായി DYFI ക്ലാപ്പന വെസ്റ്റ് മേഖലാ കമ്മിറ്റി. കൊല്ലം ക്ലാപ്പന കുടുംബാരോഗ്യ കേന്ദ്രത്തിന് LDF ഗവൺമെന്റ് അനുവദിച്ച 5 കോടി രൂപയുടെ ഫണ്ട് MLA അട്ടിമറിച്ചുവെന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ഒളിമ്പ്യൻ PR ശ്രീജേഷിനെ ആദരിച്ച് കൊല്ലം ജില്ലാ സ്പോർട്സ് കൌൺസിൽ. കേരളക്കരയ്ക്കാകെ പ്രചോദനമാണ് ഒളിമ്പ്യൻ PR ശ്രീജേഷിന്റെ നേട്ടമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. ദേശീയ സംസ്ഥാന മെഡൽ ജേതാക്കളായ കൊല്ലം ജില്ലയിലെ കായിക താരങ്ങളെയും കായിക പരിശീലകരെയും ചടങ്ങിൽ ആദരിച്ചു. വായ്പാ തിരിച്ചടവിൽ മുടക്കം വരുത്തിയതിന് യുവാവിന്റെ മുഖം അടിച്ചു തകർത്ത സ്വകാര്യ ധനകാര്യ സ്ഥാപക ജീവനക്കാരൻ അറസ്റ്റിൽ. അറസ്റ്റിലായത് കൊല്ലം കുരീപ്പുഴ സ്വദേശി സുനിൽ ചന്ദ്രൻ. ശക്തികുളങ്ങര മീനത്തശ്ശേരി സ്വദേശി ഹിലാരിക്കാണ് മർദ്ദനമേറ്റത്.
സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ കൊല്ലം റൂറൽ ജില്ലാ കമ്മിറ്റി. ഈ മാസം സർവീസിൽ നിന്നും വിരമിക്കുന്ന 8 സഹപ്രവർത്തകർക്കാണ് യാത്രയയപ്പ് നൽകിയത്. യാത്രയയപ്പ് യോഗം കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി കെ.ബി. രവി ഉദ്ഘാടനം ചെയ്തു. സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട 10ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച വർക്കല സ്വദേശിയായ യുവാവിനെ കൊല്ലം റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പിടിയിലായത് വർക്കല സ്വദേശി സാദിഖ്. പ്രതിയെ റിമാൻഡ് ചെയ്തു. തിരുവല്ലയിൽ കലുങ്കു നിർമ്മാണത്തിനായി നീക്കം ചെയ്ത മണ്ണുപയോഗിച്ച് ചാത്തങ്കരിയിൽ നിലം നികത്താനുള്ള നീക്കം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു. ചാത്തങ്കരി സ്വദേശി ചാണ്ടി തോമസിന്റെ ഉടമസ്ഥതയിലുള്ള പാടത്തിന്റെ ഒരു ഭാഗം നികത്താനായിരുന്നു നീക്കം. തിരുവല്ല നെടുമ്പ്രം പുത്തൻകാവ് ദേവീക്ഷേത്രത്തിൽ നിന്ന് കാണാതായ സ്വർണ്ണ താലികൾ തിരികെ ലഭിച്ചു. ഗ്യാസ് സിലിണ്ടറിന് സമീപത്തു നിന്നാണ് 95ഓളം താലികൾ അടങ്ങിയ പാത്രം കണ്ടെടുത്തത്. ശുദ്ധികലശത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെ തിടപ്പള്ളി വൃത്തിയാക്കുന്നതിനിടെയാണ് താലികൾ കണ്ടെത്തിയത്. അങ്കണവാടി കുട്ടികൾക്കായുള്ള കുഷ്ഠരോഗ നിർണയ പരിപാടി ബാലമിത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നടന്നു. പത്തനംതിട്ട നാരങ്ങാനം അങ്കണവാടിയിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. കായംകുളം അഗ്നിരക്ഷാ നിലയത്തിന് അത്യാധുനിക ഉപകരണങ്ങളോട് കൂടിയ അഗ്നിരക്ഷാ വാഹനം അനുവദിച്ചു. 69ഓളം അത്യാധുനിക രക്ഷാ ഉപകരണങ്ങൾ അടങ്ങുന്ന 70 ലക്ഷം രൂപ വിലയുള്ള വാഹനമാണ് അനുവദിച്ചത്. യു പ്രതിഭ MLA മുഖ്യമന്ത്രിക്ക് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. രണ്ടാം പിണറായി സർക്കാരിന്റെ 1ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ജില്ലാതല ആഘോഷങ്ങൾക്ക് കോട്ടയത്ത് തുടക്കമായി. നാഗമ്പടത്ത് ആരംഭിച്ച എന്റെ കേരളം പ്രദർശന വിപണനമേള മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. കോട്ടയം ജില്ലയിൽ ഫിറ്റ്നസ് ഇല്ലാത്ത 10ഓളം അങ്കണവാടികൾ അടച്ചു. കാഞ്ഞിരപ്പള്ളി ICDSന് കീഴിലെ കാഞ്ഞിരപ്പള്ളി, മണിമല, എരുമേലി പഞ്ചായത്തുകളിലെ 10ഓളം അങ്കണവാടികളാണ് ഇന്നലെ അടച്ചത്. വൈക്കത്ത് അങ്കണവാടി കെട്ടിടം തകർന്നു വീണ് കുട്ടിക്ക് പരിക്കേറ്റതോടെയായിരുന്നു പരിശോധന. കോട്ടയം കിടങ്ങൂർ സ്വദേശിനി ഷീല റാണിക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേൽ പുരസ്കാരം. കൂടല്ലൂർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് നഴ്സാണ് ഷീല റാണി. സ്വീഡിഷ് സർവകലാശാലയിലേക്ക് MG യൂണിവേഴ്സിറ്റിയിലെ വിദഗ്ധർക്ക് ക്ഷണം. സ്വീഡനിലെ സ്റ്റോക്ക്ഹോം സർവകലാശാല നേതൃത്വം നൽകുന്ന പഠന പരിപാടിയിലേക്കാണ് മഹാത്മാഗാന്ധി സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസ് ഉൾപ്പെടെയുള്ള വിദഗ്ധർക്ക് ക്ഷണം ലഭിച്ചത്. എരുമേലിയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നു. സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ശിലാസ്ഥാപനം നാളെ വൈകിട്ട് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. സ്മാർട്ട് വില്ലേജ് ഒരുങ്ങുന്നത് 44 ലക്ഷം രൂപ ചെലവിൽ. ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ചതോടെ ഇടുക്കി ഡാമിലെ ജലനിരപ്പ് താഴ്ന്നു. നിലവിലെ ജലനിരപ്പ് 2343.7 അടി. ഇത് പൂർണ്ണ സംഭരണ ശേഷിയുടെ 40.59%. മഴക്കാലത്ത് ഇടുക്കിയിലെ ജലനിരപ്പ് 95%-ലധികം എത്തിയിരുന്നു. ഇടുക്കി സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷം തന്നെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇതിനായി 1964ലെയും 93ലെയും ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി വരുത്താനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി. ശ്രീമൂലനഗരം പഞ്ചായത്തിൽ ബയോബിൻ വിതരണം ചെയ്തു. പഞ്ചായത്തിന്റെ ജൈവമാലിന്യ സംസ്കരണ പദ്ധതിയുടെ ഭാഗമായായിരുന്നു വിതരണം. 1200 കുടുംബങ്ങൾക്കാണ് 1ാം ഘട്ടത്തിൽ ബയോബിൻ വിതരണം ചെയ്തത്. കൊച്ചിൻ സ്റ്റീമർ ഏജന്റ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന എൻട്രസ്റ്റ് കപ്പ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് തുടക്കം. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂർണമെന്റ് നടക്കുന്നത് കൊച്ചിൻ റീജിയണൽ സ്പോർട്സ് സെന്ററിൽ. ഫൈനൽ മത്സരങ്ങൾ KJ മാക്സി MLA ഉദ്ഘാടനം ചെയ്യും. ഭാരത് മാതാ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിലെ ഫസ്റ്റ് ഇയർ MSW വിദ്യാർത്ഥികളും സന്നദ്ധ സംഘടനയായ B4ഉം ചേർന്ന് കലാജാഥ നടത്തി. ജലസംരക്ഷണ ബോധവൽക്കരണമാണ് ലക്ഷ്യം. B4 പ്രൊജക്ട് കോർഡിനേറ്റർ ടോണി M. ടോം പരിപാടിക്ക് നേതൃത്വം നൽകി. പ്രസിഡന്റ് രസികല പ്രേംരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിക്ക് തൃശൂരിൽ തുടക്കം. റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും കർഷകരാക്കുക എന്ന ലക്ഷ്യം നിറവേറ്റുന്നതിനായി കേരളത്തെ കാർഷിക സംസ്കാരത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി. കർഷകരെ കൈപിടിച്ചുയർത്താൻ എല്ലാവിധത്തിലും സർക്കാർ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. എരുമപ്പെട്ടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ കം ക്വാർട്ടേഴ്സ് ബിൽഡിംഗ് നിർമ്മാണത്തിന്റെ ഭാഗമായി AC മൊയ്തീൻ MLA സ്ഥലം സന്ദർശിച്ചു. 7.20 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. മാലിന്യം കാനയിലേക്ക് ഒഴുക്കിവിട്ടിരുന്ന സ്ഥാപനങ്ങളുടെ പൈപ്പുകൾ സിമന്റ് വെച്ചടച്ച് കുന്നംകുളം നഗരസഭ ആരോഗ്യ വിഭാഗം. കുന്നംകുളം മധുരക്കുളം റോഡിലാണ് നഗരസഭയുടെ നടപടി. നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ PA വിനോദ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ സ്മിത പരമേശ്വർ എന്നിവർ നേതൃത്വം നൽകി.
ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ മണ്ഡലതല അവലോകനം യോഗം ചേർന്നു. കുന്നംകുളം നഗരസഭാ ചേംബറിൽ AC മൊയ്തീൻ MLA അധ്യക്ഷതയിലാണ് അവലോകന യോഗം ചേർന്നത്. പ്രവർത്തനങ്ങളുടെ മാർഗരേഖ അനുസരിച്ചുള്ള സാനിറ്റേഷൻ സമിതികൾ അടിയന്തരമായി പഞ്ചായത്ത് തലത്തിൽ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നിരവധി കേസുകളിൽ പ്രതികളായ 2 പേരെ കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. പിടിയിലായത് പുത്തൂർ സ്വദേശി സാജൻ, വിയ്യൂർ സ്വദേശി രാജീവ് എന്നിവർ. അലനല്ലൂർ പാലക്കിഴിയിൽ ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് വിദ്യാർത്ഥി മരിച്ചത് അലനല്ലൂർ ആറാട്ടുതൊടി വീട്ടിൽ അബ്ദുൽ സലാമിന്റെ മകൻ റിഹാൻ. പരുക്കേറ്റ മറ്റു 2 പേരെ മണ്ണാർക്കാട് സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് നാഗലശ്ശേരിയിൽ അനധികൃത മണ്ണെടുക്കൽ പിടികൂടി ചാലിശ്ശേരി പോലീസ്. നടപടി നാഗലശ്ശേരി പഞ്ചായത്തിലെ കോതച്ചിറയിൽ നടത്തിയ പരിശോധനയിൽ പോലീസ് പിടികൂടിയത് JCBയും ടിപ്പർ ലോറിയും. പാലക്കാട് വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ജാഗ്രതാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സ്ത്രീ സുരക്ഷയും നിയമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വനിതാ കമ്മീഷൻ അംഗം EM രാധ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ ലൈജു വിഷയത്തിൽ ക്ലാസുകൾ നൽകി. മലപ്പുറത്ത് പെട്രോൾ പമ്പിൽ യുവാക്കളുടെ അതിക്രമം. ലഹരി ഉപയോഗിച്ചെത്തിയ യുവാക്കൾ പെട്രോൾ പമ്പ് ജീവനക്കാരനെ മർദ്ദിച്ചു. ദൃശ്യങ്ങൾ 24ന് കേസെടുത്ത് പരപ്പനങ്ങാടി പോലീസ്. തിരൂർ KNM തെക്കൻ കുറ്റൂർ മേഖല തസ്കിയത്ത് സംഗമവും അവാർഡ് ദാനവും നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അൻസാരി ഉദ്ഘാടനം ചെയ്തു. ഖുറാൻ ക്വിസ് മത്സരത്തിന് അബ്ദുള്ള മൗലവി നടുവട്ടം നേതൃത്വം നൽകി. കരിപ്പൂർ വിമാനത്താവളത്തിൽ DRIയുടെ വൻ സ്വർണ്ണവേട്ട. 6 യാത്രക്കാരിൽ നിന്നായി 6.26 കിലോ സ്വർണം പിടികൂടി. കോഴിക്കോട് ഫറോക്ക് പുഴയിൽ നിന്നും സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി. ചാലിയം കുടുക്ക ബസാർ സ്വദേശി ബേബിയാണ് മരിച്ചത്. ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫറോക്ക് പോലീസ് അന്വേഷണം തുടങ്ങി. കോഴിക്കോട് ബാലുശ്ശേരിയിൽ KSRTC ബസിന് മുകളിൽ മരം വീണു. തോരാട് വെച്ചാണ് മരം ബസിന് മുകളിൽ പതിച്ചത്. മുൻവശത്തെ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. ആർക്കും പരുക്കില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുതിയതായി നവജാത ശിശു വിഭാഗം ആരംഭിക്കുന്നതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഇതിനായി 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ തസ്തികയിൽ യോഗ്യരായവരെ നിയമിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട കൊമ്മഞ്ചേരി കാട്ടുനായ്ക്ക കോളനി നിവാസികൾക്ക് അടിസ്ഥാന സൗകര്യം ഒരുക്കാത്ത വിഷയത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. വയനാട് വന്യജീവി സങ്കേതം മേധാവി 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ. 2ാം പിണറായി സർക്കാരിന്റെ 1ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള എന്റെ കേരളം പ്രദർശന വിപണനമേളയ്ക്ക് മെയ് 3-ന് കാഞ്ഞങ്ങാട് തുടക്കമാകും. മന്ത്രി അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്യും. മേളയുടെ ഭാഗമായി വിവിധ വകുപ്പുകളുടെ 70 സ്റ്റാളുകൾ ഒരുക്കും. സംസ്ഥാന സബ് ജൂനിയർ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് ജില്ലയിൽ. സോഫ്റ്റ് ബോൾ അസോസിയേഷന്റെയാണ് തീരുമാനം. പരിശീലന ക്യാമ്പുകൾ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തും. കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഈ മാസം 30-ന് വടംവലി മത്സരം സംഘടിപ്പിക്കും. സാർവദേശീയ തൊഴിലാളി ദിനാചരണത്തിന്റെ ഭാഗമായാണ് മത്സരം. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ് മത്സര വേദി. പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിച്ച് ബുർജ് ഖലീഫയിൽ നരേന്ദ്രമോദിയുടെ ചിത്രം പ്രദർശിപ്പിച്ചുവെന്ന് സമൂഹമാധ്യമങ്ങളിൽ വാർത്ത പ്രചരിക്കുന്നുണ്ട്. സത്യാവസ്ഥ പരിശോധിക്കാം. ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പ്രദർശിപ്പിച്ചെന്നാണ് പ്രചരിക്കുന്ന വാർത്ത. റംസാൻ മാസത്തിൽ ഇന്ത്യൻ മുസ്ലിങ്ങളോടുള്ള കരുതലിനും സഹായത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് മോദിജിയുടെ ചിത്രം തെളിഞ്ഞപ്പോഴെന്ന അടിക്കുറിപ്പും നൽകിയിട്ടുണ്ട്. ബുർജ് ഖലീഫയിൽ ചിത്രങ്ങൾ ആലേഖനം ചെയ്യുമ്പോൾ അത് വാർത്തയാകാറുണ്ട്. സ്വാഭാവികമായും മോദിയുടെ ചിത്രം ഇത്തരത്തിൽ വന്നാൽ ഇന്ത്യൻ മാധ്യമങ്ങൾ അത് നൽകേണ്ടതാണ്. എന്നാൽ ഇത് സംബന്ധിച്ച് അടുത്ത കാലത്തൊന്നും ഒരു വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രധാനമന്ത്രിയുടെ എഡിറ്റ് ചെയ്ത ചിത്രമാണ് ഇത്തരത്തിൽ തെറ്റായ അടിക്കുറിപ്പോടെ പ്രചരിക്കുന്നത്. നാളെ അറിയാം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന കേരള ഗെയിംസ് നാളെ വൈകിട്ട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ കായികമന്ത്രി V. അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രിമാരുടെയും ചീഫ് ജസ്റ്റിസുമാരുടെയും സമ്മേളനം പ്രധാനമന്ത്രി മോദി നാളെ ഉദ്ഘാടനം ചെയ്യും. ചീഫ് ജസ്റ്റിസ് NV രമണ, കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കും.
യുക്രൈനിൽ നിന്നും തിരിച്ചെത്തിയ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനായി നോർക്കയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികളുടെ യോഗം നാളെ ഉച്ചയ്ക്ക് 2:30 മുതൽ തിരുവനന്തപുരം കവടിയാർ ഉദയ് പാലസ് കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി പണി കഴിപ്പിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നാളെ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. കോട്ടയം എരുമേലിയിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കാൻ ഒരുങ്ങുന്നു. സ്മാർട്ട് വില്ലേജ് ഓഫീസിന്റെ ശിലാസ്ഥാപനം മന്ത്രി കെ രാജൻ നാളെ നിർവഹിക്കും. 44 ലക്ഷം രൂപ ചെലവിലാണ് സ്മാർട്ട് വില്ലേജ് ഒരുങ്ങുന്നത്. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.